ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിലൊക്കെ ഈ ചെടിച്ചട്ടിയിൽ തൂക്കിയിട്ട് വളർത്തുന്ന കുറേ പൂക്കളുള്ള പടർന്നു കിടക്കുന്ന ചെടികളില്ലേ, അതിനെ പേപ്പറിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. അതിനായിട്ട് 1.5 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള പേപ്പർ കഷ്ണങ്ങളെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി പൂവിൻ്റെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വെട്ടിയെടുക്കും. ഇങ്ങനെയുള്ള 3 പീസുകളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം 3 തരത്തിലുള്ള പൂക്കളാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പൂ എടുത്തു, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നടുക്ക് വരെ വെട്ടി. അതിൻ്റെ അടുത്തുള്ള ഒരു ഇതളിൻ്റെ പകുതി മുറിച്ച് കളഞ്ഞു. ആ മുറിച്ച ഇതളിൽ പശ തേച്ച് തൊട്ടടുത്തുള്ള ഇതളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അടുത്ത പൂവെടുത്തു, അതിൽ ഒരു ഇതള് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അടുത്ത ഇതൾ പകുതി വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് അതിൽ പശ തേച്ച് തൊട്ടടുത്ത ഇതളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. വളരെ കുഞ്ഞു പൂവായതുകൊണ്ട് ഒട്ടിക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. ഇതൊട്ട് കൂട്ടത്തിൽ കൈ വെച്ച് ഇതളുകളൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. എന്നിട്ട് മൂന്നാമത്തെ പൂവെടുത്ത് കത്രിക വെച്ച് ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 3ഉം കൂടെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇത് ഒട്ടിക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യാതെ നോക്കണം. ഇനി അടുത്തത് ചെടിച്ചട്ടി സെറ്റാക്കണം. അതിനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പാത്രം എടുത്തു. അതിൽ മണ്ണിൻ്റെ പോലത്തെ ഒരു നിറം അടിച്ചു കൊടുത്തു. അതിൻ്റെ വക്കിൽ പച്ച നിറവും കൂടെ അടിച്ചു കൊടുത്തു. അത് ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലൈറ്റ് നിറമായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഡാർക്ക് പച്ചയും കൂടെ അടിച്ചു കൊടുത്തു. അടുത്തത് ഇലയാണ്. അതിനായിട്ട് ഒയറിനകത്തിരിക്കുന്ന കമ്പി എടുത്തിട്ട് അതിലോട്ട് പുളിയിലയുടെ ഷേപ്പിൽ വെട്ടിയ പേപ്പർ ഇല ഒട്ടിച്ചു കൊടുത്തു. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് 2 ദിവസമാണ് എടുത്തത്. അങ്ങനെ 2 ദിവസം എടുത്ത് കുറച്ചധികം ഉണ്ടാക്കി. എന്നിട്ട് അത്യാവശ്യം നീളമുള്ളൊരു നൂലെടുത്തു. അതിൻ്റെ തുമ്പ് 2ഉം കൂടെ കൂട്ടിക്കെട്ടി യൂട്യൂബിൽ കണ്ടത് വെച്ചൊരു കുരുക്കം ഉണ്ടാക്കി. അത് വെച്ച് നമ്മുടെ കുഞ്ഞു ചെടിച്ചട്ടി തൂക്കിയിടാൻ പാകത്തിന് കെട്ടി. എന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഇലകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു. വേണമെങ്കിൽ ഈ ഇലകളെല്ലാം കൂടെ പശ വെച്ച് ഒട്ടിക്കുകയും നൂല് വെച്ച് കെട്ടിയൊക്കെ അങ്ങനെ ചെയ്യാം. എന്തായാലും ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച പൂക്കളെല്ലാം കൂടെ ആ ഇലകളിൽ അങ്ങും വെച്ചൊക്കെ ഒട്ടിച്ചു. ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജനലിലോ മറ്റോ തൂക്കിയിടാൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങിങ് ഡെക്കോറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.